എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇപ്പോൾ ആദ്യം വളരെ ഗൗരവത്തിലുള്ളൊരു പരാതി കൃഷ്ണകുമാർ നൽകുന്നു, അതിന്മേൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നീട് ഈ കൗണ്ടർ പരാതി പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ അത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ശനിയാഴ്ച അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അങ്ങനെ ഇത്തരം കാര്യങ്ങൾ അത് മനഃപൂർവ്വം അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? നമ്മൾ ഇപ്പോൾ ഒരിക്കലും ഈ സേനയെ മുഴുവനായി അടച്ചാക്ഷേപിക്കുകയോ ഒന്നുമല്ല, പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ആ തരത്തിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായൊരു പുഴുക്കുത്ത് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഫീസർമാർ അത് പോലീസിന് തീർച്ചയായും അപമാനകരമാണ്. പോലീസ് സത്യവും നീതിയും അനുസരിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണ്ടേ. ഇവിടെ ഒരാൾക്ക് 69 ലക്ഷം രൂപ പോയി, അതിനൊരു പരാതി കൊടുത്തു, അതിന് കേസെടുത്തു. അതിൻ്റെ പ്രതികളുടെ സ്ഥാനത്ത് വന്നവർ അവർ അതിനകത്ത് ജാതിപരമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായാലും തെറ്റായൊരു നടപടി തന്നെ. പോലീസ് ഉദ്യോഗസ്ഥർ ആരും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. കാരണം കേസെടുത്തോളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മ്യൂസിയം പോലീസിന് പരാതി കിട്ടിയപ്പോൾ അവർ കേസെടുത്തോളൂ. സത്യവും നീതിയായിട്ട് മുന്നോട്ട് പോകണം. കാരണം യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിൻ്റെ മോക്ക് 69 ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്ന് പോയി. അത് ഇങ്ങാപ്പുറത്ത് എവിഡൻസ് വന്നിട്ടുണ്ട്. കുട്ടി അതിൽ ഒരു ജീവനക്കാരി എങ്ങാണ്ട് ഒരു വീട് വെക്കുന്നു, പാല് കാച്ചാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി സാമ്പത്തിക വളർച്ച വന്നിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നല്ലോ കൃഷ്ണകുമാറിന്. അപ്പം അത് ജാതി മത ഒന്നും ഇതിനകത്ത് കയറ്റാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിലുള്ള പരാതിയല്ലേ ശ്രീ ജോർജ് ജോസഫ്? ഇപ്പോൾ കൃഷ്ണകുമാർ നൽകിയിട്ടുള്ള പരാതി എന്നുള്ളത് അതൊരു വലിയ തട്ടിപ്പാണത്. അപ്പോൾ അത് ഇവിടെ ഒരു ഗൗരവത്തിൽ കാണുന്നില്ല പോലീസ് എന്നുണ്ടോ? അതിനുശേഷം ഇവർ നൽകുന്ന പരാതി പെരുപ്പിച്ച് കാണിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്ക് വിവരം ലഭിക്കുന്നത്. അപ്പോൾ അതൊരു ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കുടുംബം എല്ലാവരും അങ്ങനെ അറിയപ്പെടുന്ന ആളുകളാണ്, അങ്ങനെയെങ്കിൽ ഇതൊന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അല്ല, അങ്ങനെ ഈ ജാതി പറഞ്ഞ ഒരു കേസ് ആരെങ്കിലും ഒരു മൊഴി കൊടുക്കാൻ തെറ്റായാലും ശരിയായാലും വന്നാലേ പോലീസിന് കേസെടുത്തേ ഒക്കുള്ളൂ. കേസെടുത്തോട്ടെ, അതിന് തടസ്സമൊന്നുമില്ല. അതിന് സത്യസ്ഥിതി മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ നീക്കണം. അന്നേരം പോലീസിന് ജാതി ചിന്തയൊന്നും വരാൻ പാടില്ല. പോലീസ് അപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. അതുതന്നെയല്ല, ഇത് കൃഷ്ണകുമാർ 69 ലക്ഷം രൂപ മോക്ക് പോയിട്ട് അവരത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അത് ഒരു ജീവകാരുണ്യം തോന്നി. കാരണം കൃഷ്ണകുമാറിൻ്റെ 4 പെൺകുട്ടികളാണ്. അത് പറഞ്ഞല്ലോ. അതിലൊരു കുട്ടി ഗർഭിണിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അവിടുത്തെ സ്ഥാപനത്തിലാണ് ഈ 69 ലക്ഷം പോയിരിക്കുന്നത്. അത് സെറ്റിൽ ചെയ്യാൻ റെഡിയാണല്ലോ. പിന്നെ ആരാണ് ഇതിൻ്റെ അകത്ത് പുറകെ കിടന്ന് കളിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും അതിന് വിവരമുള്ള ആരെങ്കിലും, എതിർപക്ഷത്തുള്ള ഒരു അഡ്വക്കേറ്റ് ആരെങ്കിലും രംഗത്ത് വരട്ടെ, വന്നിട്ട് കൃഷ്ണകുമാറുമായിട്ട് ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് തീരട്ടെ. കാരണം അതിനുള്ള മനസ്സ് 69 ലക്ഷം പോയിട്ട് 8, 9, 10 ലക്ഷത്തിൽ തീർക്കാൻ അദ്ദേഹം റെഡിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത്ര വിശാല ഹൃദയമുണ്ട്. അവർ വീട് വെച്ചു എന്നൊക്കെ ആരോപണമൊക്കെ ഉണ്ട്, അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ആ കുട്ടികൾ അവിടെ 1.5 വർഷമായിട്ട് ആ സ്ഥാപനത്തിൽ നിൽക്കുന്നു, അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയിരിക്കുന്നു. ആ പൈസ കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ആ പൈസ വിഡ്രോ ചെയ്ത് ഇത് കൊണ്ടേ കൊടുത്തിട്ടില്ലല്ലോ. ആ പൈസ അവരുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയല്ലേ. അപ്പം ഇതിനകത്ത് ഇനി മുന്നോട്ട് കടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ കൺവിഷൻ ഉണ്ടാവും, ശിക്ഷ വാങ്ങിക്കും. പോലീസ് ഏത് വഴിക്കോ പോട്ടെ, കേസ് റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അത് കോടതിയിൽ വേറെ നമുക്ക് പോലീസ് ചാർജ് ഷീറ്റ് ഫയലിലെടുപ്പിക്കാനുള്ള നിയമപരമായ കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് കേസെടുത്തു, അത് ഏത് രീതിയിലായിക്കോട്ടെ. പോലീസ് കൊടുക്കുന്ന മൊഴിയൊന്നും കോടതിയിൽ വന്ന് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഏത് രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഇന്ത്യയുടെ നിയമ സംവിധാനം. പോലീസ് കള്ളം കാണിച്ചാലും കോടതി സത്യത്തിൻ്റെ കൂടെ നിൽക്കും, സത്യമായിട്ട് കോടതി കുഴി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 4 കൃഷ്ണകുമാർ വളരെയധികം അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു. അതിന് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ച് ഇങ്ങോട്ട് അതൊക്കെ ധാരാളം പേര് അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ട് ഇടപെടും. എതിർവശത്തും അവർ ഇടപെട്ടോട്ടെ, തടസ്സമില്ലല്ലോ. പുള്ളി ആ രീതിയിലാണ് ഇപ്പോൾ സംസാരം കേട്ടപ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ എത്രയോ മുമ്പ് റെഡിയാണ്. പക്ഷേ ആരാണ് ഇതിനകത്ത് ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നത്? അതുകൊണ്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരാരെങ്കിലും, കുറേ വിശാല ഹൃദയമുള്ളവർ വന്ന് കൃഷ്ണകുമാരോട് സംസാരിച്ച് അതങ്ങ് തീർത്തേ, എന്നിട്ട് കേസ് രണ്ടും പോലീസ് റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുകയോ എന്ത് അത് സെറ്റിൽമെൻറ്റിലോട്ട് പോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ രീതി മുന്നോട്ട് പോകുന്നത് 2 കൂട്ടർക്കും നല്ലതല്ല. അത് പോലീസിൻ്റെ ഇമേജ് അവിടെ തകരുകയും പോലീസ് ഒരു കാര്യം ചെയ്താൽ മതി, സത്യസന്ധമായിട്ട് പോട്ടെ. ആദ്യത്തെ കേസ് ട്രൂ കേസാണ്, അതൊരു കള്ളക്കേസാണെന്ന് പറയാനൊക്കെ. എന്തിനാണ് കൃഷ്ണകുമാർ ഇത് വലിച്ച് അവരെ തലയിൽ വെക്കുന്നത്? അവർക്ക് പണം നഷ്ടപ്പെട്ടു, അതിന് ഈ കുട്ടികളുടെ അക്കൗണ്ടിൽ പോയത് കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ QR കോഡിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നു. ഇതെല്ലാം ഇതൊക്കെ ഫ്രോഡും ചീറ്റിങ്ങും മിസ്അപ്രോപ്രിയേഷനാണ്. ആ കേസ് സ്ട്രോങ് ആയിട്ട് പോയാൽ കുട്ടിക്ക് പരിക്കേക്കും. അത് വേണ്ട.
അവർ ക്ഷമിക്കാൻ റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വിവരമുള്ള എതിർപക്ഷത്തുള്ളവരാരെങ്കിലും കൃഷ്ണകുമാറുമായിട്ട് രഹസ്യമായിട്ട് സംസാരിച്ച് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി ഈ കേസിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.